റേറ്റ് ഓഫ് റിയാക്ഷൻ ആൻഡ് ടെമ്പറേച്ചർ നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് റിയാക്ഷൻ അറ്റ് T+10K ബൈ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് റിയാക്ഷൻ അറ്റ് TK. എന്താണ് റേറ്റ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ചോദിച്ചാൽ ജസ്റ്റ് എഴുതിയാൽ മതി. അതിൽ അറീനിയസ് ഇക്വേഷൻ വെച്ചിട്ട് റേറ്റ് കോൺസ്റ്റന്റ് K എന്ന് പറയുമ്പോൾ AE⁻⁻ എന്നാണ് ഒരു ഇക്വേഷൻ. അപ്പൊ നമ്മുടെ സംഭവം എന്ന് വെച്ചാൽ അറീനിയസ് ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നത്. അതാണ് നമുക്ക് പഠിക്കേണ്ടത്. All molecular collisions are not effective. For effective collision, colliding molecules should have a minimum kinetic energy called activation energy. എല്ലാ മോളിക്യൂളുകളും തമ്മിൽ കൂടിച്ചേരുമ്പോൾ കൊളൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ കൂട്ടിമുട്ടുക. കൊളൈഡ് ചെയ്യുമ്പോൾ എല്ലാവരും കൊളൈഡ് ചെയ്യുമ്പോൾ എനർജീനെ പ്രൊഡ്യൂസ് ചെയ്യണമെന്നില്ല. നല്ല കൊളീഷൻ സംഭവിക്കണമെങ്കിൽ രണ്ട് മറ്റ് മോളിക്യൂൾസുകൾ തമ്മിൽ കൂടിച്ചേരണമെങ്കിൽ അവിടെ കൊളൈഡ് ചെയ്യുന്ന മോളിക്യൂൾസിന് മിനിമം കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കണം. അത് ആക്റ്റീവ് ആവാനുള്ള എനർജി ഉണ്ടായിരിക്കണം. അങ്ങനെ മിനിമം കൈനറ്റിക് എനർജി ഉള്ള കൊളൈഡിങ് മോളിക്യൂൾസിന് അല്ലെങ്കിൽ ആ മിനിമം കൈനറ്റിക് എനർജിനെയാണ് ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. മനസ്സിലായോ? When such molecule collide, an unstable intermediate called activated complex is formed, which decomposes to form products. അത് മോളിക്യൂളുകൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ അതിന്റെ ഇടയിൽ നടക്കുന്ന കാറ്റലിസ്റ്റ് പോലെ അവിടെ ഇടയിലുള്ള ഒരു ഇന്റർമീഡിയറ്റ് ആണ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. ആക്ടിവേഷൻ എനർജി മൂലം റിയാക്റ്റഡ് മോളിക്യൂളുകൾ രണ്ടുപേരും കൂടി കൂടിച്ചേർന്നിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ഇടയിൽ നിൽക്കുന്ന ആളെ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? മോളിക്യൂളുകൾ തമ്മിലാണ് ഇപ്പൊ 2AB എന്ന് പറയുന്ന മോളിക്യൂളുകൾ കൂടിച്ചേരാൻ വേണ്ട എനർജി മിനിമം എനർജിനെയാണ് കൈനറ്റിക് എനർജിനെയാണ് ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. അങ്ങനെ മോളിക്യൂളുകൾ കൂടിച്ചേരുമ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും. എയും ബിയും കൂടി ചേർന്ന് സി ഉണ്ടായി. അതിന്റെ ഇടയിൽ അപ്പോൾ ഉണ്ടാകുന്ന ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നതിനെ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ന് പറയും. മനസ്സിലായോ? ഇവിടെ റിയാക്ടന്റിനെ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നതിന്റെ ആ ഒരു ഗ്രാഫാണ് ഇവിടെ തന്നിരിക്കുന്നത്. റിയാക്ഷൻ കോർഡിനേറ്റ്, പൊട്ടൻഷ്യൽ എനർജി, പിന്നെ നമ്മുടെ ഗ്രാഫിൽ കണ്ടോ ഒരു 2 പോയിന്റുകളെ ഒരു മോളിക്യൂള് മുകളിലേക്ക് പോകുന്ന ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ B ആയി മാറാനായിട്ടാണ് പോകുന്നത്. അപ്പൊ C എന്ന് പറയുന്നത് അതിന്റെ ഇന്റർമീഡിയറ്റ് ആണ്. C ആവാനതിന്റെ ഇടയിലുള്ള ആളാണ് B എന്ന് പറയുന്നത്. അതിന് ആക്ടിവേറ്റഡ് കോംപ്ലക്സും C ആവാൻ വേണ്ട എനർജിയുമാണ് ആക്ടിവേഷൻ എനർജി. മനസ്സിലായോ? ഇതൊന്നും അത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടില്ല. മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ കർവ് അറ്റ് 2 ഡിഫറെന്റ് ടെമ്പറേച്ചർ. ഇതില് ഒന്ന് ഫ്രാക്ഷൻ മോളിക്യൂൾസും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള ഒരു ഗ്രാഫാണ് ആദ്യത്തെ തന്നിരിക്കുന്നത്. മാക്സ്വെൽ ബോൾട്സ്മാൻ എന്ന് പറയുന്ന 2 പേര് കണ്ടുപിടിച്ച ഒരു ഡിസ്ട്രിബ്യൂഷൻ കർവ് ആണത്. In chemical reaction, all molecules in a reacting species do not have the same kinetic energy. ഒരു റിയാക്ഷനിൽ തന്നെ എത്ര മോളിക്യൂൾസ് ഉണ്ടെങ്കിലും അതിന് എല്ലാത്തിനും ഒരേ കൈനറ്റിക് എനർജി ആവില്ല. ലൂഡിംഗ്, ബോൾട്സ്മാൻ ആൻഡ് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ കാൽക്കുലേറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കൈനറ്റിക് എനർജി അമംഗ് മോളിക്യൂൾ. ഈ മോളിക്യൂളുകളുടെ ഓരോ കൈനറ്റിക് എനർജിനെ കുറിച്ച് ഇവർ രണ്ടുപേരും പഠിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അവർ കണ്ടുപിടിച്ച ഒരു ഗ്രാഫാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഈ ഗ്രാഫിനെ നമ്മൾ മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ കർവ് ഓഫ് മോളിക്കുലാർ എനർജീസ് എന്നാണ് ഈ 2 ഗ്രാഫിനെയും കൂട്ടി അവർ പറയുന്നത്. അപ്പൊ ഒരു ഡിസ്ട്രിബ്യൂഷൻ കർവിന്റെ കർവ് പോകുന്നത് കണ്ടോ, ഇൻക്രീസിങ് ആയിട്ട് പിന്നെ ഡിഗ്രീസ് ആയി പോയി. അപ്പൊ അതിന്റെ ഇടയിൽ ആ ഒരു കോൺസ്റ്റന്റ് ആയി പോകുന്ന സ്ഥലത്തെയാണ് മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജി. ആ മോളിക്യൂളുകൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന കൈനറ്റിക് എനർജി ഏതാന്ന് ചോദിച്ചാൽ ആ നടുക്ക് വരച്ച വര, അത്രയും ഹൈറ്റിലാണ് കൈനറ്റിക് എനർജി പോകുന്നത്, അത്രയും ഗ്രേറ്റ് വാല്യൂ ആണ് അതിലുണ്ടാവുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ഇതേപോലെ തന്നെ ഒരെണ്ണത്തിന് എന്താണ് സ്മോള്, പിന്നത്തേന് കുറച്ച് കൂടുതൽ വന്നു അല്ലെ. അപ്പൊ നമ്മളുടെ ഇതും ഇതുപോലെ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ആൻഡ് കൈനറ്റിക് എനർജീസ് തമ്മിൽ 2 ഡിഫറെന്റ് ടെമ്പറേച്ചറിലുള്ള വസ്തുക്കളുടെ കൈനറ്റിക് എനർജിയാണ് നമ്മളിവിടെ നോക്കുന്നത്. ഒന്നാമത്തതില് ദിസ് ഏരിയ ഷോസ് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് റിയാക്ടിങ് അറ്റ് T ടെമ്പറേച്ചറിൽ വെച്ചിട്ട് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ ജസ്റ്റ് ഇത് എന്താണെന്ന് പഠിച്ചു വെച്ചാൽ മതി. എന്ത് ഈ ഗ്രാഫ് മാക്സ്വെലിന്റെയും ബോൾട്സ്മാന്റെയും കൈനറ്റിക് എനർജിനെ കുറിച്ചിട്ടാണ് അവർ ഗ്രാഫ് കണ്ടുപിടിച്ചത്. കാരണം ഒരു റിയാക്ഷനിൽ പങ്കെടുക്കുന്ന എല്ലാ മോളിക്യൂളുകൾക്കും സെയിം കൈനറ്റിക് എനർജി ആയിരിക്കില്ല. അപ്പൊ അവരുടെ കൈനറ്റിക് എനർജി എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കണ്ടുപിടിച്ച രണ്ടുപേരും കൂടി ചേർന്ന് കണ്ടുപിടിച്ച ഒരു ഗ്രാഫാണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. 2 മാർക്കിനൊക്കെ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കണ്ടിട്ടുണ്ട്.
The peak of curve correspond to most probable kinetic energy. Its kinetic energy possessed by maximum fraction of molecules. അതായത് കൈനറ്റിക് എനർജി കൂടുന്തോറും ആ റിയാക്ഷന്റെ സ്പീഡും കോൺസെൻട്രേഷനും ഒക്കെ കൂടും. അതുകൊണ്ടാണ് കൈനറ്റിക് എനർജിനെ ആ ഒരു മിനിമം കൈനറ്റിക് എനർജി മോളിക്യൂളുകൾക്ക് വേണം എന്ന് പറയുന്നതിന്റെ കാരണം. When temperature raised, maximum curve move to higher energy value. ഇപ്പൊ മാക്സിമം ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ആ കർവ് ഏറ്റവും ഹൈറ്റിലേക്ക് പോകാനായിട്ട് തുടങ്ങും. സ്പ്രെഡ്സ് ടു ദ റൈറ്റ്, അതായത് അങ്ങനെ കൂടി ഹൈറ്റിലേക്ക് പോയിട്ട് റൈറ്റ് സൈഡിലേക്കാണ് ഗ്രാഫിന്റെ പോവുക. ദാറ്റ് ഈസ് എ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് വിത്ത് ആക്ടിവേഷൻ എനർജി ഇൻക്രീസസ്. അങ്ങനെ അതെന്ത് ചെയ്യും, ആക്ടിവേഷൻ എനർജി അപ്പോൾ ഭയങ്കര കൂടുതലായിരിക്കും. നമ്മുടെ കൈനറ്റിക് എനർജി കൂടുമ്പോൾ ആക്ടിവേഷൻ എനർജിയും കൂടും. ജസ്റ്റ് അതിന്റെ കൂടെ പറയണമെന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് അതിന്റെ ഇക്വേഷൻ പഠിച്ചു വെക്കും. അതായത് ഈ ഗ്രാഫിനെ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാല് അറീനിയസ് ഇക്വേഷൻ, ദ ഫാക്ടർ ഇ മൈനസ് ഇ എ ബൈ ആർ ടി കറസ്പോണ്ട് ടു ദ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ദാറ്റ് ഹാവ് കൈനറ്റിക് എനർജി ഗ്രേറ്റർ ദാൻ ഇ എ. അപ്പൊ നമ്മുടെ ഈ ഗ്രാഫിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റിന്റെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റിന്റെ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ കെ ഈക്വൽ ടു മൈനസ് ഇ എ ബൈ ആർ ടി പ്ലസ് ലോഗ് എ. അതെന്താണെന്ന് അത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. അതിന്റെ അടിയത്തെ ഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്, അത് ചോദിക്കാറുണ്ട് കേട്ടോ. ലോഗ് കെയും 1/t തമ്മിലുള്ള ഗ്രാഫ് സ്ലോപ്പാണ്. ആ സ്ലോപ്പ് മൈനസ് ഇ എ ബൈ ആർ ആണ്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഇക്വേഷനും വരാറുണ്ട്. എന്താണ് അതിന്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. അതിലെ ഡെറിവേഷൻ ഉണ്ട്. അതിന് മിസ് ഗ്രാഫിന്റെ മോൾ ഭാഗം ഒന്ന് കാണിച്ചത്. അതില്ല ഇക്വേഷൻ 1 ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ലോഗ് കെ ഈക്വൽ ടു മൈനസ് ഇ എ ബൈ ആർ ടി പ്ലസ് ലോഗ് എ. ഇന്നല്ല, ലോഗ് ആണ് എൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എൽ കെ വൺ, ലോഗ് കെ വൺ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഐ എൻ എന്നല്ല, അത് ലോഗിനെയാണ് എൽ എന്ന് പറയുന്നത് നമ്മൾ. ആ ഇന്റർസെപ്റ്റിന് ലോഗ് എ എന്നാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മള് 2 and 3 gives രണ്ടും കൂടി നമ്മൾ മെർജ് ചെയ്യുമ്പോൾ ലോഗ് കെ ടു മൈനസ് ലോഗ് കെ വൺ ഈക്വൽ ടു ഇ എ ബൈ ആർ ടി വൺ മൈനസ് ഇ എ ബൈ ആർ ടി ടു. അപ്പൊ ലോഗ് രണ്ടും കെ വൺ കെ ടുവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരുമിച്ചാക്കുന്നു. അപ്പൊ ലോഗ് കെ ടു ബൈ കെ വൺ ഈക്വൽ ടു ഇ എ ബൈ ആർ കോമൺ ആയിട്ടുള്ളത് നമ്മൾ പുറത്തേക്ക് എടുത്തു. 1/t1 മൈനസ് 1/t2. ഇ എ ബൈ ആർ എന്ന് പറയുന്നതാണ് 2.303 ആർ എന്നുള്ള രീതിയിലാണ് വരിക. ലോഗായിട്ട് എൽ എന്നെ ലോഗായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ലോഗ് കെ ടു ബൈ കെ വൺ ഈക്വൽ ടു ഇ എ ബൈ 2.303 ആർ 1/t1 മൈനസ് t2. എന്നിട്ട് നമ്മൾ ഈ 1/t1/t2നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ t2 മൈനസ് t1 ബൈ t1 t2 എന്ന് കിട്ടും. ഈ ഡെറിവേഷൻ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സോ ലാസ്റ്റ് നമുക്ക് എന്ത് പറയാം, ലോഗ് കെ ടു ബൈ കെ വൺ ഈക്വൽ ടു ഇ എ ബൈ 2.303 ആർ ടി ടു മൈനസ് ടി വൺ ബൈ t1 t2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ലോഗ് കെ ടു ബൈ കെ വണ്ണിന്റെ ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രം ദിസ് ഇക്വേഷൻ വി ക്യാൻ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ആക്ടിവേഷൻ എനർജി ഇ എ. ഇ എ എന്ന് പറയുന്നതാണ് ആക്ടിവേഷൻ എനർജി. അപ്പൊ ഇ എ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്, ആക്ടിവേഷൻ എനർജിയുടെ ഗ്രാഫാണ് നമ്മൾ മുമ്പ് പഠിച്ചത്. അതിന്റെ ഇക്വേഷൻ ആണ് ഇപ്പൊ വായിച്ചത്. മനസ്സിലായോ? ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആക്ടിവേഷൻ എനർജിയുടെ ഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്, ഇക്വേഷന്റെ ഡെറിവേഷനും ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും ചോദിക്കും. പിന്നെ ഒരു പ്രോബ്ലം ചോദിക്കാം ഇ എ എന്ന് വെച്ചിട്ട്. എഫക്ട് ഓഫ് കാറ്റലിസ്റ്റ്. A catalyst is a substance which alters the rate of reaction without itself undergoing a permanent chemical change. The action of catalyst can be explained by intermediate complex theory. According to this theory, a catalyst participates in a chemical reaction by forming an intermediate complex. This is unstable and decomposes to yield products and catalyst. ഇവിടെ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയും ബിയും കൂടി ചേർന്നിട്ട് സി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്, അതാണല്ലോ കെമിസ്ട്രിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ റിയാക്ഷൻസും. അതായത് ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന് വാട്ടർ കിട്ടി എന്ന് പറയുന്നതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ. അപ്പൊ അതിൽ എയും ബിയും കൂടി ചേർന്ന് സി ഉണ്ടാകുന്നതിന്റെ ആരോന്റെ മുകളിൽ എഴുതുന്ന ആൾക്കാരെയാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ആ കാറ്റലിസ്റ്റുകള് ആക്ടിവേഷൻ എനർജിയിൽ വരുമ്പോൾ എന്തൊക്കെയാണ് ഒരു റിയാക്ഷനിൽ അവർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. അതിന് ഏറ്റവും നല്ലതായിട്ട് അപ്പൊ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറി ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് തിയറി വെച്ചിട്ടാണ് ഈ കാറ്റലിസ്റ്റുകളുടെ എഫക്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിന്റെ ഗ്രാഫാണ്. റിയാക്ഷൻ കോർഡിനേറ്റ് എക്സ് ആക്സിസിൽ കൊടുക്കുക, പൊട്ടൻഷ്യൽ എനർജി വൈ ആക്സിസിൽ കൊടുക്കുക. ഒരു റിയാക്ഷൻ പ്രൊഡക്റ്റ് ആവാനുള്ളതാണ്. ഒരു ഗ്രാഫ് തുടങ്ങുന്ന ഭാഗം റിയാക്റ്റന്റ് ആണ്, എയും ബിയും. അങ്ങനെ പ്രൊഡക്റ്റ് സി കിട്ടുന്നതാണ് ഏറ്റവും എൻഡിൽ. അതിൻ്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അതില് നമ്മൾ ആദ്യത്തെ ഡാർക്ക് ലൈനിൽ കൊടുത്തിട്ടുള്ളത്
എ ബി സി ആകുന്നത് നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ കാണുന്നതാണ് പറയുന്നത്. പിന്നെ നമ്മൾ കാറ്റലിസ്റ്റിന്റെ എഫക്റ്റ് കൊണ്ടുണ്ടാകുന്ന കാറ്റലിസ്റ്റിന്റെ ആക്ഷൻ ആണ് അവിടെ ഡോട്ടഡ് ലൈനിൽ കൊടുത്തിരിക്കുന്നത്. രണ്ടും പ്രൊഡക്റ്റ് തന്നെയാണ് അവസാനിക്കുന്നത്. അപ്പൊ റിയാക്ഷൻ പാത്ത് വിത്തൗട്ട് കാറ്റലിസ്റ്റ് ആണ് മുകളിലും, അടിയിൽ കൊടുത്തിരിക്കുന്ന റിയാക്ഷൻ പാത്ത് വിത്ത് കാറ്റലിസ്റ്റ്. ഡോട്ടഡ് ലൈൻ എന്ന് പറയുന്നത് കാറ്റലിസ്റ്റ് ഉണ്ടാകുമ്പോൾ എ ബി ആവുന്നതും പിന്നെ കാറ്റലിസ്റ്റ് ഇല്ലാണ്ട് എ ബി ആവുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ആ രണ്ട് ഹൈറ്റ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ റിയാക്ടന്റിന്റെ അതേ ലെങ്ത്തും അതേപോലെ തന്നെ നമ്മുടെ കാറ്റലിസ്റ്റും ഉള്ള ആ ലെങ്തിനെ നമ്മൾ എനർജി ഓഫ് ആക്ടിവേഷൻ വിത്ത് കാറ്റലിസ്റ്റും, മറ്റേതിന് ഹൈറ്റ് കൂടുതലാണ്, അപ്പോൾ വിത്തൗട്ട് കാറ്റലിസ്റ്റ്. സിമ്പിൾ ആണ് ആ ഗ്രാഫ് പഠിക്കാനായിട്ട്. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. എക്സ് ആക്സിസിൽ നമ്മൾ റിയാക്ഷൻ കോർഡിനേറ്റ് എടുത്തു, വൈ ആക്സിസിൽ പൊട്ടൻഷ്യൽ എനർജി എടുത്തു. റിയാക്ടന്റ് എന്ന് പറയുന്ന സൈഡിൽ നമ്മൾ എയും ബിയും എടുത്തു. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സി. നമ്മൾ എ പ്ലസ് ബി ഗീവ് സി എന്നുള്ള ഫോർമുല വെച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ റിയാക്ടന്റ് ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ, എൻഡ് പോയിന്റിൽ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ നമ്മള് ഒരു കാറ്റലിസ്റ്റ് ഇല്ലാണ്ട് ഒരു റിയാക്ഷൻ നടക്കാം, കാറ്റലിസ്റ്റ് ഉണ്ടായിട്ട് ഒരു റിയാക്ഷൻ നടക്കാം. കാറ്റലിസ്റ്റ് ഇല്ലാണ്ട് നടക്കുന്ന റിയാക്ഷൻ ആണ് എപ്പോഴും എന്താണ്, കാറ്റലിസ്റ്റ് പല കാറ്റലിസ്റ്റ് അനുസരിച്ചിരിക്കും. ചില കാറ്റലിസ്റ്റ് ആ റിയാക്ഷനെ സ്പീഡ് കൂട്ടും, ചിലത് സ്പീഡ് കുറയ്ക്കും, ചിലത് കാറ്റലിസ്റ്റില്ല. ഇപ്പൊ H2O ഉണ്ടാവാനായിട്ട് കാറ്റലിസ്റ്റിന്റെ ആവശ്യമില്ല. അങ്ങനെ അതല്ലാതെ തന്നെ എന്താണ് സ്പീഡപ്പ് ആയിട്ട് നടക്കും. അപ്പൊ ആക്ടിവേഷൻ എനർജിയുടെ കേസിൽ വിത്തൗട്ട് കാറ്റലിസ്റ്റ് ആണ് റിയാക്ഷൻ കൂടുതൽ ഉണ്ടാകുന്നത്, ഹൈറ്റ് കൂടുതൽ ഉണ്ടാകുന്നത്. അങ്ങനെയാണ്. വിത്ത് കാറ്റലിസ്റ്റ് ആണ് ഏറ്റവും ഡോട്ടഡ് ലൈനിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അത് ആദ്യം നോട്ട് ചെയ്യുക. പിന്നെ റിയാക്ഷനിന്റെ ഹൈറ്റും ആദ്യം ഉണ്ടായ പാത്ത് വിത്ത് കാറ്റലിസ്റ്റും തമ്മിലുള്ള ഹൈറ്റ് നോട്ട് ചെയ്യുക. അതാണ് അവിടുത്തെ എനർജി ഉണ്ടാകുന്നത്. രണ്ടാമത്തെ എനർജി, കൂടുതൽ എനർജി ഉണ്ടാകുന്നത് വിത്തൗട്ട് കാറ്റലിസ്റ്റ് ആണ്. ആ എനർജിനെയാണ് ആക്ടിവേഷൻ എനർജി. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ആക്ടിവേഷൻ എനർജിയാണ് നമ്മൾ രണ്ട് ലൈനിൽ കാണിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ആക്ടിവേഷൻ എനർജി ഡോട്ട് ചെയ്യുന്നത് മനസ്സിലായില്ലേ? റിയാക്ടന്റിന്റെ അതേ ഹൈറ്റിൽ ഒരു വരയും ആദ്യത്തെ ഡോട്ടഡ് ലൈനിന്റെ എൻഡും ഒരു വര. അതാണ് എനർജി, ആക്ടിവേഷൻ എനർജി വിത്ത് കാറ്റലിസ്റ്റ്. മറ്റേത് ആക്ടിവേഷൻ എനർജി വിത്തൗട്ട് കാറ്റലിസ്റ്റ്. മനസ്സിലായോ? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ എഫക്ട് ഓഫ് കാറ്റലിസ്റ്റ്. A catalyst increases the rate of chemical reaction by providing an alternative pathway or reaction mechanism by reducing the activation energy between reactant and product. അപ്പൊ ആക്ടിവേറ്റ് ചെയ്യാനുള്ള എനർജി കൂടുതൽ കിട്ടുന്നത് കാറ്റലിസ്റ്റ് ഇല്ലാതെ ഉള്ള റിയാക്ഷനിലാണ്, അല്ലെ? നമ്മൾ കണ്ടില്ല, ഇപ്പൊ ഡോട്ടഡ് ലൈൻ ആണ് കുറഞ്ഞ ഹൈറ്റിൽ പോയത്, കൂടുതൽ ഹൈറ്റിൽ പോയത് കാറ്റലിസ്റ്റ് വിത്തൗട്ട് കാറ്റലിസ്റ്റ് ആണ്, അല്ലെ? പക്ഷെ നമുക്ക് വേണ്ടത് ഒരു റിയാക്ഷൻ ടൈം എടുത്ത് ചെയ്യുന്നതാണോ, ടൈം ഇല്ലാണ്ട് പെട്ടെന്ന് ചെയ്യുന്നതാണോ ഏറ്റവും നല്ല റിയാക്ഷൻ? ഏറ്റവും പെട്ടെന്ന് കിട്ടാണോ ഒരു റിയാക്ഷൻ വേണ്ടത്, കുറവ് കിട്ടാണോ വേണ്ടത്? ഒരു റിയാക്ഷൻ എയും ബിയും കൂടി ചേർന്ന് സി കിട്ടാനായിട്ട് പെട്ടെന്ന് കിട്ടണോ അത് വൈകി കിട്ടിയാൽ മതിയോ? അപ്പൊ അങ്ങനെ ഒരു റിയാക്ഷന് പെട്ടെന്ന് ആൻസർ കിട്ടണമെങ്കിൽ നമുക്ക് ഷോർട്ട് ഇപ്പൊ സംഭവം കുറെ ഒരു വലിയൊരു തിയറി നമ്മൾ ഒരു 5-6 പേജ് ഉള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണോ, 5-6 പേജിന് ചുരുക്കി നമുക്ക് ഏറ്റവും സിമ്പിൾ ആക്കി പറഞ്ഞു തരുന്നതാണോ ഏറ്റവും എളുപ്പം? അത് സിമ്പിൾ ആക്കി പറഞ്ഞു തരുന്നതാണ്, അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ഒരു റിയാക്ഷൻ എത്രയും പെട്ടെന്ന് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ കാര്യം. അങ്ങനെ പെട്ടെന്ന് റിയാക്ഷൻ സംഭവിക്കാനാണ് നമ്മൾ ഈ കാറ്റലിസ്റ്റുകളെ ഉപയോഗിക്കുന്നത്. അപ്പൊ കാറ്റലിസ്റ്റുകൾ എപ്പോഴും ടൈം കുറയ്ക്കാനാണ്, അതേപോലെ നമ്മുടെ റിയാക്ഷന്റെ റേറ്റ് കൂട്ടാനാണ് കാറ്റലിസ്റ്റുകൾ ശ്രമിക്കുന്നത്. അപ്പൊ കാറ്റലിസ്റ്റ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ആ ഒരു പാത്തും മെക്കാനിസം ഒക്കെ എന്ത് ചെയ്യും? ആക്ടിവേഷൻ എനർജിനെ കുറച്ചിട്ട് അവരെന്ത് ചെയ്യും? കെമിക്കൽ റിയാക്ഷൻ കൂട്ടും. അപ്പൊ ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാറ്റലിസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. 3 ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട് കാറ്റലിസ്റ്റിന്റെ. എ കാറ്റലിസ്റ്റ് ഡസ് നോട്ട് ഓൾട്ടർ ഗിബ്സ് എനർജി. അതിന് വേണ്ട ഗിബ്സ് എനർജിനെ ചേഞ്ചസ് ഒന്നും ഇത് കൊണ്ടുവരുന്നില്ല. ഡെൽറ്റ ജി ഓഫ് ഒരു ഗിബ്സ് എനർജി റിയാക്ഷനെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ് കാറ്റലൈസ് സ്പോണ്ടേനിയസ് റിയാക്ഷൻ ബട്ട് ഡസ് നോട്ട് കാറ്റലൈസ് നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. സ്പോണ്ടേനിയസ് പെട്ടെന്നുണ്ടാകുന്ന റിയാക്ഷനുകളെ കാറ്റലിസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? കാറ്റലിസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ റിയാക്ഷൻ സംഭവിക്കുന്നുണ്ട്. പക്ഷെ നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷന് കാറ്റലിസ്റ്റുകളുടെ എഫക്റ്റ് കുറവായിരിക്കും. സ്ലോലി നടക്കുന്ന റിയാക്ഷനുകൾക്ക് കാറ്റലിസ്റ്റ് ഉപയോഗിച്ചെന്ന് വെച്ച് പെട്ടെന്ന് കുറെ സ്പീഡൊന്നും കൂട്ടാനായിട്ട് പറ്റില്ല. റിയാക്ടന്റുകൾ എപ്പോഴും സ്പീഡി ആവുന്ന റിയാക്ടന്റ് ഉപയോഗിക്കുമ്പോഴാണ് സ്പോണ്ടേനിയസ് റിയാക്ഷൻസ് ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനത്തേനാണ് കാറ്റലൈസ് ചെയ്യുള്ളൂ എന്നാ പറയുന്നത്. മൂന്നാമത്തത്, എ കാറ്റലിസ്റ്റ് ഡസ് നോട്ട് ചേഞ്ച് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ്. ഒരു റിയാക്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ഒരു റിയാക്ഷൻ അത് സ്റ്റെബിലിറ്റിയിൽ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് റിയാക്ടന്റും പ്രൊഡക്റ്റും ഒരേ ലെവലിലിരുന്ന് സ്റ്റേബിൾ ആയിട്ടിരിക്കാനാണ് ഒരു റിയാക്ഷന്റെ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം. അവരപ്പോ ആ ഇക്വിലിബ്രിയം സ്ഥലം, ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ സേഫ് ആയിട്ടുള്ള പ്ലേസ് ആണ്.
അപ്പൊ അതായത് റിയാക്ടന്റെയും പ്രൊഡക്റ്റും ഈക്വൽ ആയിട്ടിരിക്കുന്ന സമയമാണ് ഇക്വിലിബ്രിയം. അപ്പൊ അതിൽ നിന്ന് മാറാനായിട്ട് ഒരു റിയാക്ഷനെ സംബന്ധിച്ച് വളരെ അവരാ ഒരു സ്റ്റെബിലിറ്റിയിൽ ഇരിക്കാനാണ് അവർ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ബട്ട് ഇറ്റ് ഹെൽപ്സ് ടു അറ്റൈൻ ഇക്വിലിബ്രിയം ഫാസ്റ്റർ ബൈ, അതായത് അപ്പൊ ഒരു റിയാക്ഷൻ ഏറ്റവും സ്റ്റേബിൾ ആകുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ അത് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുമ്പോഴാണ്, എയും ബിയും ഈക്വൽ ആയിട്ടിരിക്കുമ്പോഴാണ്. അപ്പൊ ഈ കാറ്റലിസ്റ്റുകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷനിൽ എവിടെയാണോ സ്പീഡും ഇതൊക്കെ കുറവ്, ഒരെണ്ണത്തിൽ കൂടുതൽ ഒരെണ്ണത്തിൽ കുറവാണെങ്കിൽ അത് ന്യൂട്രലൈസ് ചെയ്ത് ഇക്വിലിബ്രിയത്തിൽ എത്താനായിട്ട് കാറ്റലിസ്റ്റുകൾ സഹായിക്കും എന്നുള്ളതാണ് ഒരു പ്രോപ്പർട്ടി. മനസ്സിലായോ? അങ്ങനെ 3 പ്രോപ്പർട്ടിയാണ് പറയുന്നത്. ഒന്ന്, ചെറിയ എമൗണ്ട് കാറ്റലിസ്റ്റ് മതി വലിയ റിയാക്ടന്റുകൾക്കും. 2, സ്പോണ്ടേനിയസ് റിയാക്ഷനുകളെയാണ് കൂടുതൽ കാറ്റലൈസ് ചെയ്യുന്നത് കാറ്റലിസ്റ്റുകൾ, നോൺ സ്പോണ്ടേനിയസിനെ അല്ല. പിന്നെ അതേപോലെ തന്നെ ഈ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ആ റിയാക്ഷനെ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. മനസ്സിലായോ 3 എണ്ണം? അടുത്ത ടോപ്പിക് കൊളീഷൻ തിയറി. കൊളീഷൻ തിയറി എന്ന് പറയുമ്പോൾ ദിസ് തിയറി വാസ് ഡെവലപ്ഡ് ബൈ മാക്സ് സ്ട്രൗട്ട്സ് ആൻഡ് വില്യം ലേവിസ്. It is based on kinetic theory of gases. According to this theory, reactant molecules are assumed to be hard spheres and reactions is occurred when molecules collide with each other. കൊളീഷൻ തിയറി എന്ന് പറയുമ്പോൾ ഈ കൊളൈഡ് ചെയ്യുന്ന തിയറിയാണ്. 2 മോളിക്യൂൾസ് തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ്, എയും ബിയും കൂടി ചേർന്ന് സി ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ആണ് കൊളീഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഫിസിക്സിലും പഠിച്ചിട്ടുണ്ടാവും അത്. അപ്പൊ ഈ കൊളീഷൻ തിയറി ഉണ്ടാക്കിയിരിക്കുന്നത് മാക്സ് സ്ട്രൗട്ട്സും അതേപോലെ വില്യം ലേവിസ് എന്ന് പറയുന്ന 2 സയന്റിസ്റ്റുകളാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്, കൊളീഷൻ തിയറി ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ തിയറി എന്ന് പറയുന്നത് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിന്റെ കൈനറ്റിക് തിയറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കൊളീഷൻ തിയറി ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അക്കോർഡിംഗ് ടു ദിസ് തിയറി, റിയാക്ടന്റ് മോളിക്യൂൾ ആർ അസ്യൂംഡ് ടു ബി ഹാർഡ് സ്ഫിയേഴ്സ് ആൻഡ് റിയാക്ഷൻ ഒക്കേർഡ് വെൻ മോളിക്യൂൾ കൊളൈഡ് വിത്ത് ഈച്ച് അതർ. ഇത് റിയാക്ട് ചെയ്യുന്ന മോളിക്യൂളിനെ വെച്ചിട്ടാണ് പറയുന്നത്. 2 മോളിക്യൂളുകൾ കൂടി ചേർന്ന് മൂന്നാമത്തെ ഒരു മോളിക്യൂൾ പ്രൊഡക്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത് റിയാക്ടന്റ് മോളിക്യൂളുകളെല്ലാം ഹാർഡ് ആയിട്ട് നിൽക്കുമ്പോൾ അവരെന്താണ്, 2 പേരും കൂട്ടി അടുപ്പിക്കാനുള്ള ഒരു എനർജി കൊടുക്കുക എന്നുള്ളതാണ് എന്ത് കൊളീഷൻ തിയറിയിൽ പറയുന്നത്. അങ്ങനെ എയും ബിയും കൂടി ചേർന്നിട്ട് സി ഉണ്ടാവുക എന്നുള്ളതാണ് എന്ത് കൊളീഷൻ തിയറി എന്ന് പറയുന്നത്. Number of collisions per second per unit volume of reaction mixture is known as collision frequency. Collision frequency Z എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. അതായത് നമ്പർ ഓഫ് കൊളീഷൻസ് പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ നടക്കുന്ന കൊളീഷൻസിനെയാണ്, നമ്പർ ഓഫ് കൊളീഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കൊളീഷൻ ഫ്രീക്വൻസി. അപ്പൊ അതിന്റെ കൂടെ ഒരെണ്ണം എന്താ പറയാ, നമ്പർ ഓഫ് കൊളീഷൻസ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വോളിയം ഓഫ് റിയാക്ഷൻ മിക്സ്ചർ, രണ്ടും അതിന്റെ കൂടെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും മതി. കൊളീഷൻ തിയറി എന്താണെന്നും കൊളീഷൻ ഫാക്ടർ എന്താണെന്നും മാത്രം മതി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. സിമ്പിൾ ചാപ്റ്റർ ആണ്, പക്ഷെ നമ്മൾ പഠിച്ച മുമ്പത്തെ കാര്യങ്ങളുമായിട്ട് ഇതിന് ബന്ധമില്ല അല്ലെ. നമ്മൾ പഠിച്ച റിയാക്ഷൻസിനെ കുറിച്ചിട്ടല്ല ഇവിടെ പറയുന്നത്. അതാണ് ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ എന്തായാലും നമ്മൾ പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് പോർഷൻസ് എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ വായിക്കണം. സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് എന്താ, കെമിക്കൽ കൈനറ്റിക്സ്, റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, അതേപോലെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ്, അതുപോലെ ഓർഡർ ഓഫ് റിയാക്ഷൻ, ഓർഡറും മോളിക്യുലാരിറ്റിയും തമ്മിലുള്ള വ്യത്യാസം, പിന്നെ അതേപോലെ സീറോ ഓർഡർ ഫസ്റ്റ് ഓർഡർ ഇല്ലേ അതിന്റെ യൂണിറ്റും ഓർഡറും, പിന്നെ ഇന്റഗ്രേറ്റഡിന്റെ ഇക്വേഷൻസ് പഠിച്ചു വെക്കാം. പിന്നെ ഹാഫ് ലൈഫ്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആൻഡ് ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഹാഫ് ലൈഫ്. അതിന്റെ ഒരു പ്രോബ്ലം ചെയ്യാൻ വരാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആക്ടിവേഷൻ എനർജി എന്താണ്, ആക്ടിവേഷൻ എനർജി ചോദിച്ചാൽ അപ്പൊ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എഴുതണം കേട്ടോ. പിന്നെ അതിന്റെ ഗ്രാഫ്, പിന്നെ അതിന്റെ ഈ രണ്ടാമത്തെ ഗ്രാഫ് പ്ലസ് ഡെറിവേഷൻ, ആക്ടിവേഷൻ എനർജി ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ളത്. പിന്നെ എഫക്ട് ഓഫ് കാറ്റലിസ്റ്റിന്റെ ഗ്രാഫും വളരെ ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായോ? കാറ്റലിസ്റ്റ് എന്താണ്, ഫീച്ചേഴ്സ് കാറ്റലിസ്റ്റിന്റെ, പിന്നെ ഈ കൊളീഷൻ തിയറി, ഇതാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പ്രോബ്ലംസ് ഞാൻ ഡയറക്റ്റ് ആണ് മിക്ക ക്വസ്റ്റ്യൻസും വരുന്നത്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, ഞാനിപ്പോ എടുത്ത 4 ചാപ്റ്റേഴ്സിന്റെ പ്രോബ്ലംസ് ഞാൻ അയച്ചു തരാം. പ്രോബ്ലംസ് എന്ന് വെച്ചാല് നമ്മളതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അയച്ചു തരാം ഞാൻ. എന്നിട്ട് അത് നോക്കുക നിങ്ങൾ. അത് നോക്കിയിട്ട് ഡൗട്ട് ഉള്ള പോർഷൻസ് എന്നോട് പറയാം. ടി ഹാഫിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ സീറോ ഓർഡറിന്റെ ഓർഡർ മോളിക്യുലാരിറ്റി എന്താ ഡിഫറൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്.
ഞാൻ മിസ്സിന് അയച്ചു കൊടുത്താ പോരെ? മിസ് നിങ്ങൾക്ക് അതന്നെ ഷെയർ മതി. ചെയ്ത് തരും. അതിലെ പ്രോബ്ലംസ് ഉണ്ട്, ഡയറക്റ്റ് നമുക്ക് മനസ്സിലാവുന്ന പ്രോബ്ലംസ് ആണ്. പിന്നെ അതേപോലെ പിന്നെ ഏത് ചാപ്റ്ററിന്റെ ആണ്?